ഞങ്ങളിത് ഇന്നൊരു ട്രിപ്പ് പോവാണ്, അൺഎക്സ്പെക്റ്റഡ് ട്രിപ്പ് പോവാണ്. അതിലാള് ഫുള്ള് അയ്യോ ട്രെയിൻ എടുക്കുമോ ഇനി ഓടിക്കറിക്കുമോ ഒരു ജാഥയ്ക്ക് പോകാനുള്ള ആൾക്കാരുണ്ട്. ഹലോ ഗൈസ്, ഞങ്ങളിത് ഇന്നൊരു ട്രിപ്പ് പോവാണ്, അൺഎക്സ്പെക്റ്റഡ് ട്രിപ്പ് പോവാണ് ഗൈസ്. ഞങ്ങളിത് പെട്ടെന്ന് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോന്നും. മാളു ഓൾറെഡി പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഒരു അൺപ്ലാൻ ട്രിപ്പാണ് കേട്ടോ. ഞങ്ങളത് ടെൻ്റൊക്കെ അടിച്ച് കിടക്കാനുള്ള പരിപാടിയാണ്. ടെൻ്റുണ്ട്, മാറ്റുണ്ട്. അൺപ്ലാൻ ട്രിപ്പിനാ ഗൈസ് സുഖം കൂടുതൽ പ്ലാൻഡിനെക്കാളും. പെട്ടെന്ന് ഇറങ്ങണം ഗൈസ്. ഒന്നും എടുത്തിട്ടില്ല, വളരെ കുറച്ച് ഡ്രസ്സസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പോകാൻ എപ്പോഴും നമുക്ക് ആവശ്യമുള്ള സംഭവമാണ് ബുക്ക്. വെയിറ്റ് ഉള്ളൂ, വലിയ വെയിറ്റും ഇല്ല. കാരണം ഞങ്ങൾ എവിടെ പോകുമെന്ന് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല. അതാണ് ഞങ്ങളുടെ ഒരു ട്രിപ്പിൻ്റെ സ്പെഷ്യാലിറ്റി. ആദ്യം ഒന്ന് ഇറങ്ങട്ടെ, ഇറങ്ങി കഴിഞ്ഞതിന് ശേഷമായിരിക്കും എന്താണെന്ന് പ്ലാൻ ചെയ്യാൻ. സ്റ്റാർട്ട് ചെയ്യുവാണ്. കുറേ നാളത്തേക്ക് ശേഷം ഞങ്ങളിത് പിന്നെയും ട്രാവലിയാണ് ഗീസ്. ഞങ്ങളിത് ഇവിടെ കുറേ നേരം നിന്നിട്ട് ബസ് വരുന്നില്ല. ഞങ്ങളിനി ലിഫ്റ്റ് അടിച്ച് പോകുന്നത്. ബസ് കയറി പോകാം. ആള് ഫുള്ളായ വണ്ടിയിലൊക്കെ നിന്ന് കൈയാണിക്കുക. ഞാൻ കാണിച്ചിട്ട് ദൂരോട്ടാണ് നോക്കിയപ്പോൾ അവർ ബാക്കി ഫാനിന് ബുദ്ധിയൊന്നും കേട്ടാ. ഗീസ് ലിഫ്റ്റ് അടിക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. അയ്യോ, കുറച്ച് സമാധാനത്തോടെ നാള് ഇത് ആ പെട്ടി ഹോട്ടലൊക്കെ കൈയാണിക്കുന്നു. അതൊന്നും അർത്ഥമില്ല. നിർത്തുന്നില്ല. ഗീസ് അങ്ങനെ ഒത്തിരി നേരം നിന്നതിന് ശേഷം ഈ ബസ് കിട്ടിയിട്ടുണ്ട്. KSRTCയുടെ ഫ്രണ്ടിൽ നിന്ന് പോകുന്നൊരു വൈബ് തന്നെയാണ്. ഞങ്ങൾ അങ്ങനെ അതേ റെയിൽവേ സ്റ്റേഷൻ എത്തി. 5:15 ട്രെയിൻ ഉണ്ടായിരുന്നു, അത് നടന്നില്ല. ഇനി ഒരു 7:25 ട്രെയിൻ കാണിക്കുന്നുണ്ട്. നല്ല തിരക്കുണ്ട്, ഒരു പിടുത്തമില്ല ഗൈസ് എങ്ങോട്ട് പോകണമെന്ന്. ബാംഗ്ലൂർ ട്രെയിൻ പിടിക്കാമെന്ന് വിചാരിച്ചു, അതേ ഉള്ളൂ. ഒരു മാംഗ്ലൂർ എക്സ്പ്രസ് ആണ്, അതിലോട്ട് പിടിക്കാം. എനിക്ക് തോന്നുന്നു ഈ തിരക്ക് ഏതോ ട്രെയിൻ വന്നെന്ന് തോന്നുന്നു, അതിൻ്റെ ആയിരിക്കും. അങ്ങോട്ട് പോകാൻ തിരക്കില്ലെന്ന് നമുക്ക് അനുമാനിക്കാം. മാംഗ്ലൂർ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ഇനി നമുക്ക് ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിൽ പിടിക്കണം. നല്ല തിരക്കുണ്ട്, ഉള്ള ആൾക്കാർ ജനറലായിരിക്കുമോ? ജനറലിൽ പോയിട്ട് കാണാൻ ഇന്ന് ഞങ്ങൾ പെടുവന്നു. എന്നാൽ നമുക്ക് ബസ്സിൽ പോകാം. അയ്യോ, ജനറൽ യാത്രയെന്ന് കേൾക്കുമ്പോഴേ എനിക്ക് വയ്യ ഗീസ്. ഞാൻ ഇന്ത്യ ഫുള്ളും ജനറലിൽ പോയി യാത്ര ചെയ്തിട്ടുണ്ട്. അയ്യോ, ഞാൻ യാത്ര ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ജനറൽ എങ്ങനെയായിരിക്കും എക്സ്പീരിയൻസ് എന്ന് അറിഞ്ഞൂടാ. എൻ്റെ പേടി സ്വപ്നമാണ് ജനറലെന്ന് കേൾക്കുമ്പോഴേ. എൻ്റെ അമ്മച്ചിയെ ആലോചിക്കാനേ വയ്യ. നല്ല തിരക്കാണ് ഗീസ്. ഏതെങ്കിലും ഒരു ട്രെയിനിൽ കയറി പോകാമെന്ന് വെച്ചപ്പോൾ ഒരു രക്ഷയില്ല. ഈ പോകുന്ന ട്രെയിനാണ് ഗീസ് ഇന്ത്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് റൂട്ട് ട്രെയിൻ. ഇത് നേരെ ദിബ്രുഗഡ് അരുണാചൽ പ്രദേശിൽ പോകുന്ന ട്രെയിനാണ്. നമുക്ക് ഇതിലും വേണമെങ്കിൽ പോവാം, അരുണാചലിൽ പോവാം. നമുക്ക് വെയിറ്റ് ചെയ്യാം ഗീസ്. ഇനി ഒരു 1 മണിക്കൂറുടെ പോസ്റ്റാണ്. ഇതാണ് ഗീസ് ഞങ്ങളുടെ ട്രെയിൻ. ഞങ്ങളപ്പം ഈ ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മുടെ ട്രെയിൻ എടുത്ത് കേട്ടോ. ഇതാണ് ജനറലിന്റെ ദുരിതയാത്ര. തിരക്കൊന്നുമില്ലായിരുന്നു, ഇപ്പൊ ഫുള്ളാണ്. അങ്ങനെ ടിപ്പിക്കൽ ജനറൽ വൈബ്സ് ആയിട്ടുണ്ട്, നല്ല തിരക്കായിട്ടുണ്ട്. നാളെ ഇങ്ങനെയൊക്കെ ഇരുന്ന് തുടങ്ങുന്നു. അപ്പം നാളെ കാണാം ഗൈസ്. അപ്പം രാവിലെ ആയി. അയ്യോ, ഇന്നലെ ഭയങ്കര തിരക്കായിപ്പോയി. കാസർഗോഡ് കഴിഞ്ഞപ്പോഴാണ് തിരക്ക് പറഞ്ഞത്. നല്ല വെയിൽ വന്നിട്ടുണ്ട്, ചൂട് തുടങ്ങി. ചൂടത്ത് ഈ മേളിലിരിക്കുന്നത് ഭയങ്കര ചടങ്ങ് തന്നെയാണ്. അപ്പോൾ ബാംഗ്ലൂർ എത്തിയിട്ട് വേണം അടുത്ത് എങ്ങോട്ട് പോകണമെന്ന് നമുക്ക് പ്ലാൻ ചെയ്യാൻ. വെയിലത്തിന് എങ്ങോട്ട് പോകുന്ന ഒരു പിടുത്തമില്ല.
ഗോവ പിടിക്കാനൊരു പ്ലാനുണ്ട്. ഗോവ പോവാം. ഗോവ അതും ഒരു ഫാക്റ്റാണ്. വെയിൽ ഇല്ലെങ്കിൽ നമുക്ക് മുംബൈ പിടിക്കാമല്ലേ. നോക്കാം, എന്തായാലും മാംഗ്ലൂർ എത്തട്ടെ. അവിടെ എത്തിയിട്ട് നോക്കാം എന്താണ് കണ്ടീഷനൊന്നും. നല്ല വെയിലുണ്ട്. ഞങ്ങളങ്ങനെ മാംഗ്ലൂർ സെൻട്രൽ എത്തിയിട്ടുണ്ട്. ഇനി പുറത്തിറങ്ങി ഫുഡ് കഴിക്കണം. ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. ഫുഡ് തേടി അലയുവാണ്. നാളെ എങ്ങോട്ടാണ് പോകാൻ പ്ലാൻ? എനിക്കൊരു പിടുത്തമില്ല എങ്ങോട്ടാണ്, എന്താണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ തന്നെ വിശ്വസിച്ചാണ് ഇറങ്ങിയത്. എനിക്കൊരു പിടുത്തമില്ല. ഇന്ത്യ മൊത്തം സഞ്ചരിച്ച ആളാണ് ഗൈസ്. അപ്പൊ പിന്നെ ഞാൻ എന്തിന് പേടിക്കണം? അപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ഇവിടുന്ന് ഇനി ലിഫ്റ്റ് അടിച്ച് പോകണോ അതോ ട്രെയിനിൽ പോകണോ എങ്ങനൊരു പിടുത്തമില്ല. മുംബൈക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അല്ല ഇവിടുന്ന് ഒരു 12:45 ട്രെയിൻ അത് കിട്ടുമെന്ന് നോക്കി നോക്കാം. ഞങ്ങളങ്ങനെ ഇത് അടുത്ത ട്രെയിൻ കയറി. ഇതെല്ലാം വൻ കോയിൻസിഡൻസ് ആണ് കേസ്. ഇവിടെ വരുന്നു, അടുത്ത ട്രെയിന് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരിക്കുന്നു. ഞാൻ ആദ്യം നോക്കിയപ്പോൾ ട്രെയിനൊന്നും കാണാനില്ലായിരുന്നു. ഇവിടുന്ന് അടുത്ത് മാംഗ്ലൂർ ജംഗ്ഷനിലൊന്നും ഉണ്ടായിരുന്നു. അപ്പം വിചാരിച്ചു ഇവിടുന്ന് ലോറി കയറി പോകാം അല്ലെങ്കിൽ ലിഫ്റ്റ് അടിച്ച് പോകാമെന്നുള്ള പ്ലാൻ. അങ്ങനെ ഒന്നുകൂടെ നോക്കിയപ്പോൾ ഇതേ ഒരു ട്രെയിൻ, ഇപ്പം ഒരു 12:45 ട്രെയിനുണ്ട്. അത് നമ്മൾ സാധനം കഴിച്ചു വന്നപ്പോൾ ടിക്കറ്റ് എടുക്കുന്ന ചേട്ടൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പിന്നെ എന്ത് മേളിൽ കയറിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ താഴെ ഇരിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ തിരക്ക് വരുമ്പോൾ ഞങ്ങളിങ്ങനെ നെരുങ്ങിയിരിക്കേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ മേളിൽ കയറി. ഇന്നലെയും വലിയ കുഴപ്പമില്ലായിരുന്നു, ഞങ്ങൾ കിടന്നൊക്കെ വന്നത്. ഇവിടുന്ന് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. ഞങ്ങളിതേ അടുത്ത മുംബൈയിലേക്ക് യാത്ര തിരിച്ചു. 5:16 ഇത്രയും നേരം കിടന്ന് ഉറങ്ങുമായിരുന്നു. കുറച്ച് നേരം ഇങ്ങനെ ട്രെയിൻ നിർത്തിയപ്പോൾ പുറത്തൊക്കെ ഇറങ്ങി. പോക്കോ ടാറ്റാ, നടന്നു നോക്കോ. ടാറ്റാ ബൈ. ട്രെയിൻ വരുമ്പോഴേ കയറാൻ പാടാണ്. ചാടി കയറിയാൽ മതി. കയറിക്കോ കയറിക്കോ. ഇപ്പം ട്രെയിൻ വിട്ടുപോയത്. അയ്യോ ട്രെയിൻ എടുക്കുമോ കേസ്, ഇനി ഓടിക്കറിക്കോ. ഇവിടെ ഇല്ലല്ലോ നമ്മുടെ ഫ്രൂട്ട്സ് കഴിക്കാൻ. ഇതിനാണ് ഗതികെട്ടാ പോലെ പുല്ലും തിന്നെന്ന് പറയുന്നത്. പണ്ട് എനിക്ക് ഈ സാധനം അമ്മ വാങ്ങിച്ചതെന്നുള്ളത് ഇവിടെ രണ്ടാണ്. ചോദിക്കാൻ പോകണേട്ടോ. ജനറലാണെങ്കിൽ അത്യാവശ്യം കുറച്ച് വൃത്തിയായിക്കൊണ്ട് ഞങ്ങളിത് താഴെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോഴേ മനുഷ്യരുടെ ലൈഫിന് ഇത്രയും വാല്യൂ ഉള്ളൂ എന്നൊരു കാര്യം തോന്നുന്നത്. ഇത് വേണ്ടോ, നിങ്ങൾ ഈ കാണുന്ന അപ്പുറത്തുള്ള ചാക്ക്, അതിൻ്റെ അകത്തൊരു മനുഷ്യൻ കിടന്ന് ഉറങ്ങുന്നുണ്ട്. എന്താ പറയണമെന്ന് അറിയത്തില്ല. അപ്പം ഞങ്ങളുടെ ആദ്യത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഗോവ പോകാനായിരുന്നു. ഗോവ പോകാമെന്ന് വെച്ചപ്പോൾ മാളൂന് അവിടെ ചൂടെന്ന് പറഞ്ഞ് നേരെ ഇതേ മുംബൈ എത്തി. അപ്പം നമ്മളിവിടുന്ന് മത്തേരൻ പോകാമെന്ന് വെച്ചാൽ പ്ലാൻ ഇട്ട് വന്നത്. അപ്പം പ്ലാന് പിന്നെയും ചേഞ്ചായി. നേരെ ഇനി വിരാർ മാളൂൻ്റെ പപ്പേരെ അമ്മേരെ അടുത്തോട്ട് പോകുന്നു. ഇനി ഒരു 2 ട്രെയിൻ പിടിച്ചിട്ടാണ് അങ്ങോട്ട് പോകാൻ. ഒരു ജാഥയ്ക്ക് പോകാനുള്ള ആൾക്കാരുണ്ട്. രാവിലെ തന്നെ മുമ്പേ ഓണാണ്, ഭയങ്കര തിരക്കായിട്ടുണ്ട്. ഇപ്പം നമുക്കിതേ ലോക്കൽ ട്രെയിന് പിടിക്കണം. നല്ല തിരക്കാവാൻ ചാൻസ് ഉണ്ട്. ഞങ്ങളുടെ പ്ലാന് പിന്നെയും ചേഞ്ചായ കേസ്. ഞങ്ങൾ ട്രെയിൻ മാറ്റി ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു. ഇത് ഇപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ കുറേ ബസ്സൊക്കെ ഇരിക്കുന്നുണ്ട്.
അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി ബസ്സിൽ പോയാലോ. ബസ്സിൽ എങ്ങനെ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ചോദിച്ചു പോവാം. ബാ. എങ്ങോട്ട് പോകുന്നതെന്ന് അറിയില്ല ഗൈസ്. ജോമ ഓടുന്നുണ്ട്, ഞാനും ബാക്കിൽ നിന്ന് ഓടിയാണ് കയറി. അപ്പോൾ ഇതാണ് ടിക്കറ്റ്. ഇത് ലേഡീസിനൊക്കെ ഇത് ഹാഫ് ടിക്കറ്റേ ഉള്ളൂ. ബസ്സിൽ പോകുന്നത് കുറച്ച് എക്സ്പെൻസീവ്, ചെറിയൊരു എക്സ്പെൻസീവ് ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബോറിവല്ലി എത്താൻ 10 രൂപയാവത്തുള്ളൂ. ഇതിപ്പോൾ 75 രൂപയായി. അപ്പോൾ ഞങ്ങളിത് ബസ്സിൽ നിന്ന് ഇറങ്ങി. നല്ല തിരക്കാണ് ഇവിടെ. മുമ്പേ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഭയങ്കര ഓട്ടമാണ്, ഓട്ടത്തോടെ ഓട്ടം. ബിസി ലൈഫാണ് ഇവിടെ. കേരളം എന്ന് പറയുന്നത് സ്ലോ ലൈഫാണ്, ഇവിടെ എന്ന് പറഞ്ഞാൽ ബിസി ലൈഫാണ്. ഞങ്ങൾക്ക് ഇനി വീരാറിലോട്ട് അടുത്ത ബസ് അല്ലെങ്കിൽ ട്രെയിൻ പിടിക്കണം. ബസ് കിട്ടുവാണെങ്കിൽ ബസ്സിൽ പോവാം, ട്രെയിൻ കിട്ടുവാണെങ്കിൽ ട്രെയിനിൽ പോവാം. നല്ല വിശപ്പുണ്ട്. നമുക്ക് കരിക്ക് കുടിക്കും. കരിക്ക് ആരോഗ്യത്തിന് നല്ലതല്ലേ. ഇവിടുത്തെ പൊട്ട ബാഗ് നമുക്കിവിടെ നാട്ടിൽ കിട്ടത്തില്ല. ഞങ്ങളിത് ട്രെയിനിൽ പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ ടിക്കറ്റ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വെൻഡിങ് മെഷീനുണ്ട്. നമുക്ക് ഇതുവഴി പെട്ടെന്ന് എടുക്കാൻ പറ്റും. ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തള്ളിനെങ്കിൽ തല മാത്രം പുറത്തിട്ട് ഓഫീസിൽ തല മാത്രം പുറത്താണോ, ബാക്കി പാക്കായിട്ടാണ്. ഞങ്ങളങ്ങനെ 8 മാസത്തേക്ക് ശേഷം പിന്നെ വീരാറെത്തി. കേസ് ഒട്ടും പ്രതീക്ഷയല്ല. ഇന്ന് ഇറങ്ങുന്ന പോലും പ്ലാനില്ലായിരുന്നു 2 ദിവസം മുന്നേ. ഞങ്ങളിത് ഇവിടെ വരെ എത്തി. ഇനി അടുത്ത് എവിടെയൊക്കെ പോകുമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിഞ്ഞുകൂടാ. സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വീട്ടിലോട്ട്.